കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരു ജിയോ വായു പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദികർ ബിസിനസ്. ഞാനൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലായിരുന്നു. ICICI ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് എന്നൊരു സെഗ്മെന്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ജസ്റ്റ് ഒരു 7,500 റുപ്പീസ് മാസ ശമ്പളത്തിന്. പിന്നീട് HDFC, റിലയൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും ഓരോ ബാങ്കോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആയിരിക്കും. അതൊക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരുന്നു. ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ കമ്പനിയിലേക്കും മാറി ഞാൻ ജോലി ചെയ്തത്. ഏകദേശം ഒരു 6-7 കമ്പനികൾ ഞാൻ മാറി ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എന്റെ സാമ്പത്തിക ഒരു സ്വാതന്ത്ര്യത്തിന്, എന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് ഒരു വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല. ആ ആഗ്രഹത്തിനനുസരിച്ച് വരുമാനം കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ലയബിലിറ്റികളിലൂടെ, കടങ്ങളിലൂടെ കടന്നുപോയത്. ഞാൻ ചിന്തിച്ചത്, എന്റെ ലാസ്റ്റ് ഞാൻ ജോലി ചെയ്ത സമയത്ത് എന്റെ വരുമാനം 25,000 രൂപ, ജസ്റ്റ് 25,000 റുപ്പീസ്. ആ 25,000 രൂപ കിട്ടുന്ന സമയത്ത് എന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയുടെ കിട്ടണം. ആ 10,000 രൂപ കിട്ടാൻ എങ്ങനെ എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു 10,000 രൂപ അഡീഷണൽ കിട്ടിയിരുന്നെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ നേടാനല്ല, എന്റെ കടങ്ങൾ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ തീർക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അഡീഷണൽ കിട്ടിയാലോ എന്ന ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ സുഹൃത്തുക്കളായ ജിഷാദ് ബക്കർ, ദിനേഷ് നാരായൺ, അദ്ദേഹം കോയമ്പത്തൂരിൽ വിളിച്ചത്. സ്വാഭാവികമായിട്ടും വന്നപ്പോൾ കോയമ്പത്തൂരിൽ ഒരു മീറ്റിംഗ് പോവുക, അല്ലെങ്കിൽ ഒരു ഹാളിൽ ഒരു മീറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകും. പ്രത്യേകിച്ച് ആ സമയങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്ത സമയത്ത് മണി ചെയിൻ്റെ അതിപ്രശ്നമായിരുന്നു. ഓരോ ദിവസവും പത്രങ്ങളിൽ വരികയാണ് മണി ചെയിൻ കമ്പനികളുടെ, മണി ചെയിൻ ചെയ്ത ആളുകളുടെ ലിസ്റ്റുകൾ, മണി ചെയിൻ കമ്പനികളുടെ ലിസ്റ്റുകൾ. ഒരിക്കലും ഒരു പ്രതീക്ഷ തരാത്ത ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് എന്നായിരുന്നു പല ധാരണയും. ഞാനും ആ ഒരു ധാരണയിലായിരുന്നു. പക്ഷേ കോയമ്പത്തൂർ പോയി ഇതേപോലെ ഒരു ക്രൗഡിന് മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്തു. അന്ന് വരെ ഞാൻ എന്താണോ ധരിച്ചിരുന്നത് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ മോദികർ ബിസിനസ് എന്റെ കൈകളിലേക്ക് കിട്ടിയെന്നുള്ള. താങ്ക്സ് ടു മൈ മെന്റേഴ്സ് ജിഷാദ് ബക്കർ, ദിനേഷ് നാരായൺ, ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. അവിടെ നിന്ന് എന്റെ ജൈത്രയാത്ര തുടരാണ്. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്താണോ വേണ്ടത്, അതിന് പര്യാപ്തമായ ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ബിസിനസിനെ കൊണ്ടു നടന്നു. എന്റെ ആദ്യത്തെ മാസത്തെ വരുമാനം 210 രൂപ, ജസ്റ്റ് 210, 210 രൂപ. 210 രൂപ കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കരമായ സന്തോഷമാണ്. കാരണം എന്റെ വീട്ടിലേക്ക് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങി. സമയത്ത് 210 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 2,500 ആക്കാം, അത് 25,000 ആക്കാം, അതിന് 2 ലക്ഷം ആക്കി മാറ്റാം. എങ്ങനെ? എനിക്ക് കിട്ടിയ 210-ന് ഞാൻ അറിയുന്ന ആളുകളോടൊന്ന് പറയാം, നല്ല പ്രോഡക്ട്സ് ഉണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ സമ്പത്തിനും, സമ്പത്തുണ്ടാക്കാനും ഒരു കാരണമായ അവസരമാണെന്ന് ആളോട് സംസാരിച്ചാൽ എന്റെ വരുമാനത്തെ ഉയർത്താമെന്ന ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ പ്രോഡക്ട്സ് എടുക്കണം, കിലോമീറ്റർ യാത്ര ചെയ്യണം. ഞാനൊക്കെ കണ്ണൂരിൽ പോയിട്ടും കോയമ്പത്തൂരിൽ പോയിട്ടും എറണാകുളത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ജസ്റ്റ് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ പോയാൽ നിങ്ങൾക്ക് പ്രോഡക്ട്സ് കിട്ടും. ഒരു പക്ഷേ വീട്ടിലിരുന്നാൽ ഓൺലൈനിലൂടെ പ്രോഡക്ട്സ് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കണ്ണൂരൊക്കെ പോകുന്ന സമയത്ത് അവിടെ ക്യൂ ആയിരിക്കും. അവിടെയുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ ക്യൂവിലായിരിക്കും. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് റോയിലായിരിക്കും, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ക്യൂ നിന്ന് അവിടുന്ന് പ്രോഡക്ട്സ് എടുത്ത് രാത്രി 12 മണിയാവുന്ന സമയത്ത് ഏതെങ്കിലും ട്രെയിനോ അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്ന വാഹനത്തിലോ കയറ്റി കോഴിക്കോട് വന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്ത ആളുകളാണ്. ആ 210 രൂപ കിട്ടിയത് സന്തോഷമായിരുന്നു. കാരണം എന്റെ വീട്ടിലെ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ഇതുവരെ 210 പോയിട്ട് 21 പൈസ പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ? അങ്ങനെ കുറെ ആളുകളോട് ഞാൻ സംസാരിച്ചു, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇതൊക്കെ ഒരു ബിസിനസ് ആണോ?